വെൽക്കം ടു മൈ ചാനൽ സാൻവി ജേർണി. ഇന്ന് നമുക്ക് കടലപ്രഥമൻ എങ്ങനെ വയ്ക്കുന്നു എന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് 1/2 കിലോ ശർക്കര, അത് ഉരുക്കിയെടുക്കണം. അതിനുശേഷം 100 ഗ്രാം ചവ്വരി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ നമുക്ക് എത്ര വേണോ അവരവരുടെ മണത്തിനും ടേസ്റ്റിനും അനുസരിച്ചിടാം ഏലക്ക, പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇടാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. കല്ലുണ്ടെങ്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചവ്വരി വേവിച്ച് മാറ്റാം. എല്ലാവരും കടലയിൽ ഇട്ടെടുക്കും, നമ്മൾ വേവിച്ച് മാറ്റിയിട്ട് കടലയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലടിച്ച് അതിന് 1-ാം പാലും 2-ാം പാലുമായി എടുത്ത് മാറ്റി വയ്ക്കുക. അത് 1-ാം പാല് അല്ല, ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്, ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ഇനി നമുക്ക് പായസത്തിന് പാത്രം വെച്ചിട്ട് കടല ആദ്യം ഇട്ട് കൊടുക്കാം. കടല ഒന്ന് ഈ വെള്ളത്തിൻ്റെ അംശം പോയി നല്ല ഒന്ന് റെഡിയായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അതിൽ ജലാംശം വറ്റിയെന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ കപ്പ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര, അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി വരട്ടിയെടുക്കണം. നല്ലവണ്ണം നമ്മൾ തവിയിൽ നിന്നിങ്ങനെ എടുത്തൊഴിക്കുമ്പം അത് ഇങ്ങനെ ഒട്ടുന്ന രീതിയിൽ കട്ടിക്ക് വേണം വീഴാനായിട്ട്. വെള്ളം ലൂസായിട്ട് വീഴാതെ കട്ടിക്ക് വീഴുന്ന രീതി വരെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് ഒഴിക്കാവും. നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനോട്ട് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരിയും കൂടെ ഇട്ട് നന്നായി ഇളക്കി കട്ടിക്കാക്കണം. കട്ടിക്കെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം മാക്സിമം വറ്റിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കണം, അടി പിടിക്കാതെ. അത് നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. നമുക്കിനി തവിയിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പശ വീഴും പോലെയാണ് വീഴാൻ. നല്ല രീതിയിൽ വരണ്ടു എന്നാണ്. നമുക്ക് ആദ്യം 2-ാം പാലൊഴിക്കാം. 2-ാം പാലൊഴിച്ച് നന്നായി നമ്മൾ കുറുകി വന്നതിന് ശേഷം 1-ാം പാലൊഴിച്ചിട്ട് നല്ല ഇളക്കി വേണം വാങ്ങാൻ. ആദ്യം ഇത് നന്നായി കുറുകണം. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതൊന്നുമല്ല, ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഇളക്കി കൊടുക്കുന്നതിലും അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നതിലും ഇതിൽ തേങ്ങാപ്പാൽ നമുക്ക് ആദ്യത്തെ പാലൊഴിച്ച് കൊടുക്കാം. ആദ്യത്തെ പാൽ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമുക്കിതിൽ പണി ചെയ്യേണ്ടി വരില്ല. എന്നാലും തിളയ്ക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ നമുക്ക് അടുത്ത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം, മുന്തിരിങ്ങ വറുത്തെടുക്കണം, തേങ്ങ വറുത്തെടുക്കണം. ഓരോന്നായി വറുത്ത് കോരിയതിന് ശേഷം
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാണ്ട്. താങ്ക് യു.